നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശൃംഗ ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്നത്തെ സമൂഹത്തിലെ ചില പ്രശ്നങ്ങളിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു യുവതലമുറയെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ലഹരിക്ക് അടിമയാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഒരു യുവതലമുറയ്ക്ക് അവരുടെ ഒരു പിയർ ഗ്രൂപ്പിൽ വലിയ ആളാകാനോ, അല്ലെങ്കിൽ ആ ഒരു പിയർ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ഒപ്പം നിൽക്കാനോ ഒക്കെ ആയിട്ട് ഒരു രസത്തിന്റെ പുറത്താണ് ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നതെങ്കിലും പിന്നീട് അതിൽ ഗ്രൂപ്പിൽ നിന്നും വേറിട്ട് നിർത്തിക്കുന്നതും ഈ ഒരു ലഹരിയുടെ ഉപയോഗം തന്നെയാണ്. അതെ, അപ്പൊ ശരിക്കും ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന ഇങ്ങനെ ഒരു ദിവസം UN ആഹ്വാനം ചെയ്യാനുള്ള കാരണം തന്നെ യുവതലമുറയെ കേന്ദ്രീകരിച്ചാണ്, യുവതലമുറയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ശരിക്കും ഒരു സൈക്കോളജിക്കലും ഫിസിയോളജിക്കലുമായിട്ടുള്ള ഒത്തിരി അധികം വ്യത്യാസങ്ങളാണ്, അവരുടെ ശരീരത്തിൽ ഒത്തിരി അധികം വ്യത്യാസങ്ങൾ ഈ ഒരു ഡ്രഗ് അബ്യൂസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഇന്ന് കറുത്ത ടീഷർട്ട് അണിഞ്ഞ് ഇങ്ങനൊരു ദിവസത്തിന്റെ എന്താണ് ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഡ്രഗ് ലഹരി യുവതലമുറ ഉപയോഗിക്കുന്നതിന് എതിരായി ഉള്ള ഒരു ആഹ്വാനമായി നമ്മൾ കറുത്ത ടീഷർട്ട് ഉപയോഗിക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും കൃഷി, പ്രത്യേകിച്ചും എന്താണ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗുകളുടെ കൃഷി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക, വേണ്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്നുള്ളത്. 2013 മുതൽ ലിസൺ ടു യുവർ ചൈൽഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമായി കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ നമുക്ക് സമയമുണ്ടാകുക, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടാകാം, നിങ്ങളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കാത്തത് കൊണ്ടാകാം ഇത്തരത്തിലുള്ള ചില കറുത്ത കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ വഴുതി പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിസൺ ടു യുവർ ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക പ്രമേയത്തിന്റെ പുറത്ത് ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിനാചരണം പ്രമേയമായി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദിനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു തലമുറയിൽ, നമ്മുടെ വരും തലമുറകളെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ആദ്യ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. ടുഡേയ്സ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ വിഭവമായി കൂടെയുള്ളത് ലാന സുനിലാണ്. നമുക്ക് ചേച്ചി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി, വെൽക്കം ടു അവർ ഷോ. ഇന്ന് എന്താണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീർ കേക്കാണ്. ഇളനീർ കേക്ക്, കുറേ വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ചേച്ചി ഉണ്ടാക്കി തരുന്നത് ഇളനീർ കേക്കാണ്. അതെ, അതായത് യാതൊരു പ്രിസർവേറ്റീവും ഒന്നും ചേർക്കാണ്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് ഇളനീർ കേക്ക്. ഓക്കെ, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് 1 കിലോ കേക്കിൻ്റെ അളവാണ്. അതിന് വേണ്ടത് 1.5 കപ്പ് മൈദ. ഓക്കെ, ഈ മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമ്മളൊരു അരിപ്പയിലിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദ ഇത്. പിന്നെ വേണ്ടത് 3 മുട്ട, 1/2 കപ്പ് ഓയിൽ, 1/2 കപ്പ് പാല്, പിന്നെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇതാണ് കേക്കിന് വേണ്ടത്. പിന്നെ ഇതിൻ്റെ ഐസിങ്ങിന് വേണ്ടത് 2 കപ്പ് ക്രീം, 1 ടേബിൾ സ്പൂൺ ജെലറ്റിൻ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരിക്ക്, പിന്നെ ചെറിയൊരു വാനില എസൻസ് കൂടി ഉണ്ട്. അപ്പോൾ 1 കിലോ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ആദ്യം പറഞ്ഞത് മൈദയാണ്. മൈദയിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇത്, പിന്നെ എഗ്ഗ്, ക്രീം, പിന്നെ ഓയിൽ, പാല്, പൊടിച്ച പഞ്ചസാര. ഇതൊക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കേക്കിന് വേണ്ടി വേണ്ടത്. അപ്പോൾ ആദ്യം മുട്ടയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ 3 മുട്ടയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വാനില എസൻസ്. വാനില എസൻസ് വളരെ കുറച്ച്, 1 ടീസ്പൂൺ വാനില എസൻസ്. അതായത് മുട്ടയുടെ ആ മണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഒരു ചെറിയൊരു ടേബിൾ സ്പൂൺ
വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ. ഒരു അടുത്തത് പൊടിച്ച പഞ്ചസാര, 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇനി ഇത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. മൂന്ന് മുട്ടയും കുറച്ച് വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുത്തതാണിത്. നല്ല പേസ്റ്റ് പോലെ തന്നെയുണ്ട്, ക്രീം പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ. അപ്പോൾ ഇത് മൊത്തത്തിലായിട്ടുള്ളത് 3 മുട്ട, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1.5 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ, ചെറിയൊരു കപ്പ് ഓയിൽ നമ്മളിതിനകത്ത് ഒഴിച്ചു. അത് ബീറ്റ് ചെയ്തതിന് ശേഷം പാലുകൂടി മിക്സ് ചെയ്ത് മൊത്തത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താണിത്. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈദയാണ്. മൈദയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതിനി ഇതിലേക്ക് ചേർക്കും. നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. ഇത് എന്നിട്ടാകുമ്പോൾ ഒരു 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ കൂടെ നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡർ കൂടി മിക്സ് ചെയ്ത അതുകൂടി ആഡ് ചെയ്ത് ഇത് ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വെക്കാണ്. എത്രയായിരുന്നു? 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഇത് 8 ഇഞ്ചിൻ്റെ പാത്രമാണ്. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഓയിൽ തടകിയിട്ട് അതിൽ മൈദ ഒന്നിട്ട് നമ്മളിതൊന്ന് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ, ഇതുപോലെ ബട്ടർ പേപ്പർ വയ്ക്കുക. ഇതെന്തിനാണ് മെയിനായിട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് കേക്ക്, അതായത് ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരി, ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത്. ഇതിപ്പോൾ 45 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. ഇനി ഇതെന്താണ്? ഇനി ഇത് 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഐസിങ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്രീം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിക്കാം. ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പം ആദ്യം സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. നിങ്ങൾ പഫായി കിടണമെങ്കിൽ ആദ്യം സ്ലോ സ്പീഡിൽ. ഏകദേശം 1 മിനിറ്റോളം, അതായത് സ്ലോ സ്പീഡിൽ. ഇനി നമുക്കൊരു 3ാമത്തെ സ്പീഡിലിട്ടിട്ട്
നന്നായി ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണിത്. ആദ്യം ചെറിയ സ്ലോ സ്പീഡിലും പിന്നെ ഏറ്റവും സ്പീഡിലും നമ്മൾ ഈ ഒരു ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ഇളനീര് ഇതിൽ ചേർക്കുക. ഇതും പിന്നെ ഈ ജലറ്റിൻ്റെ ഇത് ചേർക്കുന്നത് ഈ ക്രീമും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് അരച്ച് വെച്ചിട്ടുള്ള ഇളനീരാണ്. എത്ര ഇളനീർ എടുത്തിട്ടുണ്ട്? അതായത് ഒരു 2 കരിക്കിൻ്റെ കാമ്പ്. ഓക്കെ, 2 കരിക്കേണ്ടതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇനി ഫ്രഷ് ക്രീമിലേക്ക് ചേർക്കാൻ പോകുന്നത്. കൂടെ തന്നെ ജലാറ്റിനും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാം. ശരി. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഈ കേക്ക് ഇത് നമുക്കിനി ഒരു 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം ഐസിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 3 ലെയറായിട്ടാണ് ഈ കേക്കിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഐസിങ്, അതായത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ചേർക്കും. ആദ്യം ഒരു ഇത്തിരി ക്രീം ഉടൻ തടയി കൊടുക്കുക. അതിന് ശേഷം ആദ്യത്തെ ലെയർ. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇത്തിരി കരിക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഏറ്റവും ബേസിലായിട്ട് കുറച്ച് ക്രീം നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലാണ് ഫസ്റ്റ് ഉള്ള ലെയർ വെച്ചിരിക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമും ചെയ്ത് അതിന് മുകളിൽ കുറച്ച് ഇതിൻ്റെ ഇളനീരിൻ്റെ പീസസ് ഇട്ട് അതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ വെക്കുന്നത്. അതെ, അതിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് ക്രീം യൂസ് ചെയ്യാണ്. വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക.
നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജാണിത്. ഇനി മൊത്തത്തിൽ ഇതൊന്ന് നമ്മുടെ ക്രീം വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെറിയ ഡെക്കറേഷൻസ് ആണല്ലേ? അതെ. ഇത് ഇനി ഒരു രാത്രി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇളനീർ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇനി നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ഫൈനൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ടെൻഡർ കോക്കനട്ട് കേക്കാണിത്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ടുണ്ടത്. ആ ഒരു നമ്മുടെ ആ ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് കേക്കിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ക്രീമിലും നന്നായിട്ടുണ്ട്. പിന്നെ അധികം സ്വീറ്റ് ഉള്ളവർക്ക് കുറച്ചുകൂടി നമ്മളെടുത്ത ക്വാണ്ടിറ്റീനേക്കാൾ കുറച്ചുകൂടി എടുക്കാവുന്നതാണ്. കുറവുള്ളവർ നമ്മുടെ ആ ഒരു 1.5 കപ്പ് പഞ്ചസാര അത് മാത്രം മതി. ഏതായാലും നല്ല കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേക്കാണ്, വേറെ ഒന്നും ആഡ് ചെയ്യാത്ത നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. ഇനി മറ്റൊരു ഗസ്റ്റുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.